വയറിൽ നിന്നാണ് നമ്മൾ ദശ എടുത്ത് വെക്കുന്നത്. സ്ത്രീകളിൽ എസ്പെഷ്യലി കൂടുതൽ പേരും പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് വയറിൽ കുറച്ച് ദശ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മെലിഞ്ഞ സ്ത്രീകളാണെങ്കിൽ കൂടിയും നമുക്ക് വയറിൽ നിന്ന് ദശ എടുക്കാൻ മിക്കവാറും പറ്റും. അപ്പൊ വയറിൽ നിന്ന് ദശ നമ്മൾ രക്തക്കുഴലോട് കൂടി എടുക്കും. എന്നിട്ട് ആ രക്തക്കുഴൽ നമ്മൾ മാറിന്റെ അടുത്തുള്ള രക്തക്കുഴലുമായിട്ട് തുന്നിച്ചേർക്കും. അങ്ങനെ വയറിലെ ദശ എടുത്ത് നമ്മൾ മാറിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ വയറിലെ ദശ കുറയുകയും ചെയ്യും, മാറിലൊരു ബ്രസ്റ്റ് മൗണ്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ വയറ് കൂടുതലാണ് എന്നുള്ളൊരു സങ്കടം ചിലർക്കൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ അതും കൂടെ ആക്ച്വലി ഇതിൽ പോയി കിട്ടും. വയറ് കുറയുകയും ചെയ്യും, മാറ് നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. അതൊരു ഓപ്ഷനാണ്. അതിപ്പോ ഗ്രോത്ത് ആയിട്ട് വരികയാണോ ചെയ്യുന്നത്, അതോ ഗ്രോത്ത് അല്ല, നമ്മള് വയറിലെ അതേ ദശയാണ് നമ്മൾ മാറിൽ കൊണ്ടുവെക്കുന്നത്. അപ്പൊ വയറിലുള്ള ദശ, ഇപ്പൊ വയറിൽ സ്ട്രെച്ച് മാർക്സ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഈ മാറിലും കാണും. അതേ ദശ തന്നെയാണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. അതിൽ വേറെ രൂപമാറ്റം ഒന്നും സംഭവിക്കില്ല. അതിൽ ബ്രസ്റ്റ് ടിഷ്യൂ ഇല്ല, അതുകൊണ്ട് തന്നെ അതിൽ പിന്നീട് ബ്രസ്റ്റ് ക്യാൻസർ വരില്ല. അത് വയറിലെ ദശയാണ്, അത് മാറിലെ ദശയേ അല്ല.